അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2-ന്റെ പരീക്ഷ ഇന്ന് ഉച്ച കഴിഞ്ഞ് നടന്നു അല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 6 ജില്ലകളിലായിട്ടാണ് പരീക്ഷ, 6 ജില്ലകൾക്ക് വേണ്ടിയാണ് പരീക്ഷ നടന്നത്. 1 കോഴിക്കോട്, 2 കൊല്ലം, 3 പത്തനംതിട്ട, 4 കോട്ടയം, 5 മലപ്പുറം, 6 കാസർഗോഡ്. ഇത്രയും ജില്ലയിലേക്ക് വേണ്ടിയാണ് പരീക്ഷ നടന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2-ന്റെ സിലബസ് എന്ന് പറയുന്നത് ഫിസിക്സിന് 30 മാർക്കും, കെമിസ്ട്രി 28 മാർക്കും, ബോട്ടണി 14 മാർക്കും, സുവോളജി 14 മാർക്കും, മാത്തമാറ്റിക്സ് 14 മാർക്കുമായിരുന്നു. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളോടും പ്രത്യേകം പറഞ്ഞതായിരുന്നു, മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്തുനിന്നും കട്ടിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പ്രസ്തുത വിഷയം കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ അത് അവസാനത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പല ഉദ്യോഗാർത്ഥികളോടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ പല ഉദ്യോഗാർത്ഥികളും ആദ്യം തന്നെ കണക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പരീക്ഷയെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ അവസാനം പരീക്ഷ പൂർത്തിയാകുന്ന അവസരത്തിൽ പലർക്കും സമയം കിട്ടാതെ വന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്ര മാർക്കാണ് ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് വരുന്നത് എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചു. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 12,164 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 22,698 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. പത്തനംതിട്ട ജില്ലയിൽ 56,170 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ 12,655 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. മലപ്പുറം ജില്ല എടുത്താൽ 10,895 പേരും, കാസർഗോഡ് ജില്ലയിൽ 4,672 പേരുമാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ 62% കുട്ടികൾ പരീക്ഷ എഴുതാൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊല്ലം ജില്ലയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 70% മുകളിൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി എന്നാണ് അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട ജില്ല എടുത്താൽ 63-64% ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയെന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലയിൽ 72% കുട്ടികൾ പരീക്ഷ എഴുതിയെന്നും കോട്ടയം ജില്ലയിലും 70% അടുത്ത കുട്ടികൾ പരീക്ഷ എഴുതിയെന്നും അറിയാൻ കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ 68% പരീക്ഷ എഴുതാൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു പരിധിവരെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒരു നല്ല ശതമാനം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഓരോ ജില്ലയിലും വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ 50.67 മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കൊല്ലം ജില്ല എടുത്താൽ 62.33, പത്തനംതിട്ട ജില്ലയിൽ 58.33, അതുപോലെ തന്നെ കോട്ടയം ജില്ല എടുത്താൽ 62 മാർക്ക്, മലപ്പുറം ജില്ലയിൽ 59, അതുപോലെ തന്നെ കാസർഗോഡ് 60.33. ഇങ്ങനെയാണ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്ക് വിലയിരുത്തുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് പരീക്ഷ കുറച്ച് പ്രയാസമായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് അധികം ഉയരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. എങ്കിൽ പോലും കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 50 മാർക്കിൻ്റെ റേഞ്ചിൽ തന്നെ ഒരു 50 മാർക്കോളം തന്നെ കട്ട് ഓഫ് മാർക്ക് എത്താനാണ് സാധ്യത ഏറെ. കൊല്ലം ജില്ല എടുത്താൽ 60 മാർക്കിൽ താഴെ ഒരു 57-നും 59-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയാണ് എന്നാണ് വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ട ജില്ല എടുത്താൽ ഒരു 55-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ പൊതുവെ 58-നും 59-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയാണ്. മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 55, 57, ഒരു 57-നും 55-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് നിൽക്കാനാണ് സാധ്യതയേറെ. കാസർഗോഡ് ജില്ല എടുത്താൽ കാസർഗോഡ് ജില്ലയിലും ഏകദേശം 55-നും 58-നും ഇടയ്ക്കുള്ള കട്ട് ഓഫ് മാർക്ക് വരാനാണ് പൊതുവെ സാധ്യതയേറെ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിൽ
എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്കാണ് വരാൻ സാധ്യത എന്നുള്ള കാര്യത്തെക്കുറിച്ച് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പരീക്ഷയുടെ തുടർ നടപടികളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുകയും മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഉടൻ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യത ഏറെയുള്ളതിനാൽ തന്നെ ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഏറെയാണ്. പൊതുവെ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളെല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 120 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചൊരു അവലോകനം നടത്താമോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും പരീക്ഷയെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഒരു കൃത്യമായ ഒരു അവലോകനം തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.